സോ ഹായ് ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്കൈസ് ക്രിയേറ്റിവിറ്റിയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് 6th സ്റ്റാൻഡേർഡിലാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത് അല്ലേ? കുഞ്ഞു മക്കൾക്ക് എല്ലാവർക്കും അറിയാൻ കഴിയും. അപ്പം നമ്മൾ ഇന്ന് നമ്മളെ കേരള സിലബസാണ്. അപ്പം CBSE അല്ല. അപ്പം നമുക്ക് കേരള സിലബസിൽ ഏറ്റവും 4th ചാപ്റ്റർ ആയിട്ടുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്നാണ്. ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന ചാപ്റ്റർ ഞാൻ നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. എങ്ങനെയാണ് ആക്ടിവിറ്റീസ് എന്നൊക്കെ നമുക്കൊന്ന് അറിയണ്ടേ. അപ്പം നമ്മൾ ഇന്ന് കുറച്ച് ഗുസ്തി അടിക്കാനുണ്ട് ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്താക്കണം, നല്ല വൃത്തിക്ക് ശ്രദ്ധിച്ച് കേൾക്കണം. അപ്പോൾ ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് എന്ന് പറയുന്നത് വലിയൊരു ചാപ്റ്ററാണ്. അതിൽ നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാനുണ്ട്. പ്ലാന്റ്സിൻ്റെ പാർട്സ് ഉണ്ട്, ആ പാർട്സിൻ്റെ ഓർഗൻസ് ഉണ്ട്, ആ ഓർഗൻസിൻ്റെ പാർട്സ് ഉണ്ട്. അങ്ങനെ കുറേ വിധത്തിലുള്ള സംഭവങ്ങളുണ്ട്. കുറച്ച് ഹാർഡാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് തന്നെ നമ്മളിവിടെ പിക്ചർ കൊടുത്തിട്ടുള്ളത് കുറച്ച് കുട്ടികളിങ്ങനെ ചെടി നടുന്നുണ്ട്, ടീച്ചർ വെള്ളം ഒഴിക്കുന്നുണ്ട്, പിന്നെ വേറെയും കുറേ കുട്ടികൾ വെള്ളമൊക്കെ എടുത്തിട്ട് വരുന്നുണ്ട്. ഇതൊക്കെ നടക്കുന്ന ഒരു സ്ഥലമാണ്. ഏതായിരിക്കും? സ്കൂളായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ എല്ലാവരും ഒന്ന് വേഗം ചാറ്റ് ബോക്സിൽ കയറിയിട്ട് ഒരു പഞ്ചിട്ട് നല്ല നമുക്ക് അതിൻ്റെ ശക്തി കിട്ടും ഗൈസ്. ഓക്കെ, അപ്പോൾ കുഞ്ഞുമക്കളെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഫസ്റ്റ് എന്നിവിടെ കൊടുത്തിരിക്കുന്ന ചെറിയൊരു കോൺവെർസേഷനാണ്. ടീച്ചേഴ്സ് ഡു ഓൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ് ലൈക്ക് ദിസ്. അപ്പോൾ അവിടുത്തെ ഒരു കുട്ടി ചോദിക്കുന്നു, കുട്ടിക്ക് വലിയ സംശയമാണ്. ടീച്ചർ എല്ലാ ഫ്രൂട്ട്സും ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ചെയ്യുമോ? മീൻസ് ഒരു ഫ്ലവേഴ്സിനല്ലേ ഒരു ഫ്രൂട്ട് ഉണ്ടാവുക, അങ്ങനെ എല്ലാത്തിനും ഫ്ലവർ ഉണ്ടാവുമോ? അതാണ് നമ്മൾ ആദ്യത്തെ കാര്യം. ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. അപ്പം അത് നിങ്ങളൊന്ന് ഇതാക്കി വെക്കുക. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് എഴുതി വെച്ചോ. ടീച്ചേഴ്സ് ഡു ഓൾ ഫ്ലവേഴ്സ് പ്രൊഡ്യൂസ് ഫ്രൂട്ട്സ്. എല്ലാ ഫ്ലവേഴ്സും ഫ്രൂട്ട് പ്രൊഡ്യൂസ് ചെയ്യുമോ? ഇല്ല. കാരണം എന്താണ്? ആർക്കെങ്കിലും അറിയെങ്കിൽ ചാറ്റ് ബോക്സിൽ വേഗം ഇട്ടേ. അൻവിത എന്ന് പറയുന്നൊരു കുട്ടി ഇട്ടിട്ടുണ്ട്. ഇഷിക, ഓക്കെ, ആര്യ. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ആദ്യത്തെ ചാറ്റ് ബോക്സിലുള്ള ആളെ പറയാം. അൻവിത ഇട്ടിരിക്കുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ ആ കുട്ടി ഇരിക്കുന്ന ആൻസർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? നമുക്കൊന്ന് ജസ്റ്റ് നോക്കിയേക്കാം. നോ മിസ്, സം പ്ലാന്റ്സ് ആർ സീഡ്ലെസ് പ്ലാന്റ്സ്. കറക്റ്റാണ്, പറഞ്ഞത് കറക്റ്റാണ്. സീഡ്ലെസ് പ്ലാന്റ്സിൽ ഫ്ലവർ ഉണ്ടാവില്ല. അപ്പം നമ്മൾ ഫ്ലവർ ഇല്ലെങ്കിൽ അപ്പോൾ കുട്ടികളൊന്ന് ശ്രദ്ധിച്ചോളൂ. അപ്പോൾ നമ്മൾ ചില പ്ലാന്റ്സിൽ ഫ്ലവേഴ്സ് ഉണ്ടാവില്ല. കാരണം എന്തായിരിക്കും? അവർ സീഡ്ലെസ് ആയിരിക്കും. ചിലപ്പോൾ നിങ്ങൾ പൈന് മരം എന്നെല്ലാം കേട്ടിട്ടില്ലേ? പൈന് മരത്തിൽ ഫ്ലവേഴ്സ് ഉണ്ടാവും? ഇല്ലല്ലോ. അതിന് അല്ല ഓരോരോ പ്രോസസ്സ് ഉണ്ട്. ചില ഇതിന് കറക്റ്റുള്ള വാട്ടർ കിട്ടില്ല, അപ്പോൾ അതിന് സീഡ്ലെസ് പ്ലാന്റ് ആയിട്ട് മാറും. അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതെല്ലാം നോക്കാം. അഗ്രിഗേറ്റ് ഫ്രൂട്ട്സ് എന്ന് പറയുന്നുണ്ട്, ഫ്യൂസോയിഡ് ഉണ്ട്, അതെല്ലാം നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. അപ്പം നമുക്ക് ചാപ്റ്ററിലേക്കൊന്ന് കിടക്കാം. ഞാനിപ്പോൾ നിങ്ങൾക്ക് ചെറിയൊരു ഹോംവർക്ക് തരാം. ഹാവ് യു നോട്ടീസ് ദ ചിൽഡ്രൻസ് ഡൗട്ട്? നിങ്ങൾ ആ കുട്ടിയുടെ ഡൗട്ട് കേട്ടോ? എന്തായിരുന്നു ആ കുട്ടീൻ്റെ ഡൗട്ട്? എല്ലാ ഫ്ലവേഴ്സിലും ഫ്രൂട്ട് പ്രൊഡ്യൂസ് ആവുമോ? അപ്പം നമ്മൾ അതിൻ്റെ ആൻസർ ഇപ്പോൾ കണ്ടുപിടിച്ചില്ലേ? അൻവിത എന്നൊരു കുട്ടി എനിക്ക് ചാറ്റ് ബോക്സിൽ ഇട്ടാറുണ്ട്. അപ്പം അവർക്ക് നമ്മളിപ്പം ആ കുട്ടീൻ്റെ ഡൗട്ട് നമ്മൾ കേട്ടു. അപ്പോൾ ഇനിയിപ്പോൾ ഇവിടെ എന്താ പറയുക, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? നിങ്ങളെ തിങ്കിങ് എങ്ങനെയാണ്? ഒപ്പീനിയൻ. പിന്നെ റൈറ്റ് ഇൻ എ സയൻസ് ഡയറി. നിങ്ങളെ സയൻസ് നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യണം? അതിനെക്കുറിച്ചൊരു വലിയൊരു മീൻസ് നിങ്ങളെ ഒപ്പീനിയന്. ഇതിപ്പം അതിൽ അങ്ങനെയാവില്ല, ഫ്ലവേഴ്സ് വരില്ല, സീഡ്ലെസ് പ്ലാന്റ്സ് ആണ്. അതിൻ്റെ ഒരു ഡയറി എഴുതണം. അപ്പം നമുക്ക് അത് ആരാണ് ആദ്യമായിട്ട് സെൻഡ് ചെയ്യാൻ നോക്കാം. അപ്പോൾ നമുക്ക് അടുത്തതിലേക്ക് പോകാം. പേജ് നമ്പർ 60 ആണ് നമ്മൾ എടുക്കുന്നത്. അപ്പം ഇപ്പോഴാണ് ഗൈസ് നമ്മളെ ചാപ്റ്റർ തുടങ്ങാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ, ഭയങ്കര ടഫായിരിക്കും. നിങ്ങൾ നല്ലോണം ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് നല്ല ഈസി ഫുള്ളായിട്ട് എക്സാമിൽ എഴുതാൻ കഴിയും.
ഇപ്പോൾ ഓണം എക്സാം വരികയാണ്. പിന്നെ ഓണം എക്സാം കഴിഞ്ഞു. ഇപ്പോൾ ഇനിയിപ്പോൾ ക്രിസ്മസ് എക്സാം വരാൻ പോവുകയാണ്. അതിന് ഈ ചാപ്റ്റർ ഉണ്ട് മക്കളെ. അപ്പം നിങ്ങൾ നല്ലോണം ഇതൊന്ന് കലക്കി കുടിച്ച് വെച്ചു. തന്നെ നമുക്ക് അവിടെ ആ പേജിൽ കൊടുത്തിട്ടുള്ളത് കുറച്ച് പിക്ചേഴ്സാണ്. അപ്പോൾ നമുക്ക് അതൊന്ന് വായിച്ച് നോക്കാം. Some of the flowers seen around you are given in the pictures below. ഇപ്പോൾ നമ്മൾ ഇവിടെ ചുറ്റും കാണാൻ പറ്റുന്ന കുറച്ച് പൂക്കളുടെ പിക്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. Which of these flowers can you identify? ഇതിൽ നിങ്ങൾക്ക് ഏതെല്ലാം ഫ്ലവേഴ്സ് മനസ്സിലാക്കാൻ കഴിയും? ഇത് ഏതാണ്, ഇതിൻ്റെ പേരെന്താണെന്നുള്ളത്. ഓക്കെ, ഐഡൻറ്റിഫൈ ദി ഫ്ലവേഴ്സ് ഇൻ ദി പിക്ചർ അലോങ് വിത്ത് യുവർ ഫ്രണ്ട്സ് ആൻഡ് നോട്ട് ദം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ പേരൊന്ന് എന്താ പറയുക കണ്ടുപിടിച്ച് വെച്ചോ. ചിലപ്പോൾ പെട്ടെന്നായിരിക്കും നമ്മളോട് മിസ് ചോദിക്കാം. ഇപ്പോൾ ചില ആൾക്കാർക്ക് ഈ ചാപ്റ്റർ തുടങ്ങിയിട്ടില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ അതിനനുസരിച്ച് റെഡി ആയിട്ടിരിക്കണ്ടേ. അപ്പോൾ നമ്മൾ ശ്രദ്ധിച്ച് കേട്ടോ. ആദ്യം തന്നെ നമുക്കൊരു പിക്ചർ കൊടുത്തിട്ടുണ്ട്. എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ആയിരിക്കും ഇങ്ങനെ അറിയോ? വേഗം ചാറ്റ് ബോക്സിലിട്ടെ. വേഗം വാ വേഗം വാ. ആദ്യത്തെ കമൻറ്റ് കിട്ടിയിട്ടുണ്ട്. ആദ്യം ഇട്ടിരിക്കുന്നത് ഓക്കെ, പക്ഷേ ആൻസർ തെറ്റാണ്. അടുത്ത ആളിട്ടോളൂ. നിങ്ങൾക്ക് കുറേ ആൾക്കാർക്ക് ടെക്സ്റ്റ് ഇല്ല, അപ്പോൾ പിക്ചർ കാണുന്നില്ല എന്ന് പറഞ്ഞു. ഇതെല്ലാണ് പിക്ചർ. നിങ്ങളൊന്ന് ജസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്ത് വെച്ചോ. ഇതാണ് ആൻസർ. അതങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റില്ലല്ലോ. ഇവിടെ ആൻസർ ഉള്ളതുകൊണ്ട് നിങ്ങൾ നോക്കി എഴുതണ്ട. ഓക്കെ, ഇത് നിങ്ങൾ പിക്ചർ നല്ല ചെയ്ത് വെച്ചോ. 1 2 3 4 5. സോറി 5 ഇല്ല, 4 ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഒറ്റയാണ് ആൻസർ ഇട്ടിട്ടുണ്ട്. ആര്യ ആർ. എന്താണ്? കറക്റ്റ്, മുക്കുറ്റി. അപ്പോൾ പറഞ്ഞിട്ട് ആദ്യത്തെ ഒരു നമുക്ക് ആൻസർ കിട്ടുകയാണ്. എന്തായിരിക്കും ആൻസർ? ഞാൻ ഇപ്പോൾ പറഞ്ഞിട്ടല്ലോ. മുക്കുറ്റി. നിങ്ങൾ ആരെങ്കിലും മുക്കുറ്റി കണ്ടിട്ടുണ്ടോ? ടീച്ചർ ഇതുവരെ മുക്കുറ്റി കണ്ടിട്ടില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. ആരും കണ്ടിട്ടുണ്ടോ? വേഗം ഒന്ന് ചാറ്റ് ബോക്സിലിട്ടെ. ആര്യ കണ്ടിരുന്നു എന്ന് പറയുന്നത്. വേറെ ആരും കണ്ടിട്ടില്ലേ? അമൽദേവ്സ് കണ്ടിട്ടില്ല. അപ്പോൾ ടീച്ചറും കണ്ടിട്ടില്ല. അപ്പോൾ നമ്മൾ ഒരാൾ മാത്രമേ കണ്ടിട്ടുള്ളൂ, ആര്യ. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊന്ന് നോക്കാം. അപ്പോൾ കുട്ടികളെ നിങ്ങളിപ്പോൾ വിചാരിക്കുന്നുണ്ട് ഞാനെന്താ മുടി വെച്ചിട്ട് ഭയങ്കര ചൂടാണെന്ന്. അപ്പോൾ നമുക്ക് ആ ഫസ്റ്റത്തെ നമ്മളെന്താണ് ഫോട്ടോയിൽ ഒബ്സർവ് ചെയ്തിട്ടുള്ളത്? കുഞ്ഞു പൂക്കളാണ്. ചിലതിൽ വലിയ പൂക്കളുണ്ടാവും. ഹിബിസ്കസ് കണ്ടിട്ടില്ലേ? വലിയ പൂവായിരിക്കും. അപ്പോൾ ചിലതിൽ കുഞ്ഞി പൂവായിരിക്കും. തുമ്മാനും പാടുന്ന ഭയങ്കര ചെറുതായിരിക്കും. നമ്മൾ ഇത്രയും ഉണ്ടാവും. ഇതിപ്പോൾ ടീച്ചർ ഒരു ക്ലിപ്പ് എടുത്ത് ഈ ക്ലിപ്പിൻ്റെ അത്ര വലിപ്പം ഉണ്ടാവും. ചെറിയ റോസ് എന്ന് തന്നെ പറയാം. ഇത്രയും ഉണ്ടാവും. പിന്നെ ഇതേ വലിപ്പമുള്ള ഇതേപോലത്തെ ഡാലിയ ഉണ്ട്. പിന്നെ ഇതിലാണ് പിന്നെ സ്മോൾ ലാവെൻഡർ എല്ലാം കേട്ടില്ലേ? അതെല്ലാം ഇങ്ങനെയാണ്, ഈ സൈസാണ്, ഇതേ രീതിയിലാണ്. സെക്കൻഡ് വൺ എന്താ കൊടുത്തിരിക്കുന്നത്? എല്ലാവർക്കും അറിയാൻ കഴിയുന്നതാണ്. ചാറ്റ് ബോക്സ് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും ഇട്ട് അതെങ്ങനെ കമൻറ്റ് ഇട്ടിരിക്കുന്നത്? അമൽദേവ്സ്. കുറേ ദിവസമായി ഞാൻ വിചാരിക്കുന്നു അമൽദേവ്സിന് ഞാനൊന്ന് വഴക്ക് പറഞ്ഞു തൊട്ട് അനക്കേ ഇല്ല. ഇട്ടിട്ടുണ്ട് എന്തായാലും. സെക്കൻഡ് ആര്യ, തേർഡ് അൻവിത, ഇഷികി ഇട്ടിട്ടുണ്ട്. എല്ലാവരും ഇട്ടിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ ഞാൻ എല്ലാവരെയും പേര് പറയുന്നില്ല. എല്ലാവരും ഇട്ടിട്ടുണ്ട്. എന്തായിരിക്കും അത്? എല്ലാവർക്കും അറിയാൻ കഴിയുന്നത്. ഞങ്ങൾക്കൊന്നും കൂടി ഒന്ന് ആ പിക്ചർ ഒന്ന് കാണിച്ചു തരാം. ഇത് കാണിക്കാതെ ഇത് ഏതായിരിക്കും? അതെ, തുമ്പ തന്നെ. നമ്മൾ ഓണത്തിനല്ല ആദ്യ ദിവസം ഇടുന്ന തുമ്പ. ഓക്കെ, ഇതെല്ലാം എല്ലാ വീട്ടിലും ഉണ്ടാവില്ല. ഇതെല്ലാം എൻ്റെ വീട്ടിൽ തന്നെ റെയറാണ്. മീൻസ് അവിടെ എവിടെയെല്ലാം ഇത്തിരി കാണുന്നല്ലാണ്ട് എവിടെ ഉണ്ടാവില്ല. പിന്നെ റോട്ടിലെല്ലാം കുറേ വളർന്നിട്ടുണ്ടാവും. ഇതിലും നമ്മളിങ്ങനെ പെറുക്കലാണ് പണി. നല്ല രസമാണ്. അപ്പുറത്തെ ആ നൊസ്റ്റാൾജിയ അതെല്ലാം. ഓക്കെ, അപ്പോൾ നമ്മൾ രണ്ടാമത്തെ എന്തായിരുന്നു ആൻസർ? തുമ്പ. മൂന്നാമത്തെ എല്ലാവർക്കും ഇത്തിരി കൺഫ്യൂഷൻ ഉണ്ടാകും. അങ്ങനത്തെ ഒരു പൂവാണ്. അത് ഏതായിരിക്കും? ആലോചിച്ച് നോക്കിയേ. ഒരു എന്താ പറയുക, അപ്പൂപ്പൻ താടി എന്നെല്ലാം കേട്ടില്ല, അതുപോലത്തെ ഒരു സാധനം. എന്തായിരിക്കും? നിങ്ങൾ ഏതെങ്കിലും ഒരാൾ ആൻസർ ഇടണം.
ഞാൻ ഇപ്പോൾ പ്രതീക്ഷിച്ചിരിക്കുന്നത് അമൽ ഡേവ്സിനെയാണ്. പിന്നെ സച്ചിൻ ഇട്ടിട്ടില്ല. ഇട്ടോ എല്ലാവർക്കും കൂടെ ഞാൻ കുറേ സമയം തരാം. ഞാനൊരു 2 മിനിറ്റ് ബ്രേക്ക് എടുത്തിട്ട് വരാം. അപ്പോൾ ഞാൻ 2 മിനിറ്റ്. യെസ് മക്കളെ, നമ്മൾ ബ്രേക്ക് എടുത്ത് വന്ന് ചാറ്റ് ബോക്സ് തുറന്ന് നോക്കിയപ്പോൾ അങ്ങനെ കിടക്കുന്നു, കുറേ ഉണ്ട്. നമുക്ക് ഓരോന്നോരോന്ന് നോക്കാം. ആദ്യം തന്നെ അമൽ ഡേവ്സ് ഇട്ടിട്ടുണ്ട്. ഓക്കെ, സച്ചിൻ ഇട്ടിട്ടുണ്ട്, അൻവിത ഇട്ടിട്ടുണ്ട്. ഓക്കെ, പിന്നെ ആരാണ്? കനിഷ്ക ഇട്ടിട്ടുണ്ട്. ഓക്കെ, തനിഷ്ക ഇട്ടിട്ടുണ്ട്. തന്മയ. ഓക്കെ, ആര്യയും അൻവിതൻ്റെ ഒന്നും വിവരം കാണുന്നില്ലല്ലോ. അതാ ഇട്ടു. ആര്യ, ഇഷിക, അൻവിത. അപ്പം നമ്മൾ ഇതിലെല്ലാം ഇട്ടതിൽ എല്ലാവരും ഓരോരോ വ്യത്യസ്ത ഓരോരോ പൂക്കളെ പേരാണ് പറയുന്നത്. ഇതൊന്നും അല്ല മക്കളെ. നമ്മൾ ഞാനൊരു എന്താ പറയുക, ചെറിയൊരു ഇല കാണിച്ചത്, അത് കാണിച്ചത് നിങ്ങൾക്ക് മനസ്സിലാവും.